അപ്പൊ ചങ്ങായിമാരെ നമ്മളെന്തൊരു യാത്ര പോവാട്ടോ. ബാഗൊക്കെ തൂക്കിയിട്ട് പോണ കാണുമ്പോ നിങ്ങൾ വിചാരിച്ചു മണാലിക്കോ അല്ലെങ്കിൽ കാശ്മീർക്കൊക്കെ ഇക്കാരം എന്നാ അങ്ങട്ടല്ലോ. നമ്മളെ ഇമ്മാന്റെ നാട്ടിൽ തന്നെ വേറെ എവിടക്കല്ല ഗൂഡല്ലൂർക്ക്. പെങ്ങക്കൊരു പോതി ഇമ്മാന്റെ നാട്ടിൽ പോകണമെന്ന്. കുട്ടിയൊക്കെ സ്കൂൾ മറസൊന്നുമില്ലല്ലോ. പണ്ടൊക്കെ എല്ലാ പെരുന്നാക്കും ഉപ്പാന്റെ ഇമ്മാന്റെ കൈ പിടിച്ചാണ്ട് നമ്മൾ അങ്ങോട്ട് പോയാലുണ്ട് ഇമ്മാന്റെ അടുക്ക്. ഇപ്പൊ എന്തെങ്കിലും പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ എന്നാണ്ട് പോകും. അപ്പൊ ഏതായാലും കുട്ടിയൊക്കെ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തോണ്ട് നമ്മളും ആണ്ട് പോവാണ്. അപ്പൊ ഞാനും കാക്കിയുണ്ട്, പിന്നെ പെങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ട്. ഇമ്മിയും ഏളാമയൊന്നും പോർന്നില്ല കേട്ടോ. ഓലെ നമ്മളെ യാത്രയൊക്കെ വന്നാണ്. ഇപ്രാവശ്യം നമ്മൾ പോണത് കാറിനല്ല കേട്ടോ, ബസ്സിനാണ്. ഒരു വെറൈറ്റി യാത്ര. അപ്പൊ അതാ കൊണ്ടോട്ടികളെ ബസ്സിന് കാത്തുക്കാട്ടെ. നമ്മള് രാവിലെ 7:15 കൊണ്ടോട്ടിക്കുള്ള ബസ് അത് വരുന്നത്. അതിലായിട്ട് കേറിട്ട് നമ്മള് എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടോ. അങ്ങനത്തെ നമ്മൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. എല്ലാവരും ബസ് ഇറങ്ങി നടന്നിരുന്നു. ഇനി നമുക്ക് കയറാനുള്ളത് വൈക്കടവുക്കുള്ള ബസ്സാട്ടോ. പാലക്കാടുക്കുള്ള ബസ് ഇങ്ങനെ മിനിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 7:15 എത്തിക്കാണെങ്കിൽ നമുക്ക് ഊട്ടിക്കുള്ള നേരിട്ടുള്ള ബസ് കിട്ടീനി. പക്ഷെ നമ്മള് നേരം പോയി അത് വരുന്ന നമ്മൾ വൈക്കടവുക്കുള്ള KPR. പക്ഷെ അതിൽ കയറാൻ പറ്റില്ല, ഫുള്ള് ലോഡാട്ടോ. അരമണിക്കൂറായി ഇപ്പൊ നമ്മൾ ബസ് സ്റ്റാൻഡ് കുത്തിറക്കണേ. കുട്ടിയൊക്കെ ദാഹിച്ചു തുടങ്ങി. എല്ലാവരും ഇതൊക്കെ പല ഭാഗത്തുള്ള ബസ്സിന് കാത്തുക്കാട്ടോ. ഞമ്മക്കുള്ള ബസ് കിട്ടിയിട്ടോ. വൈക്കടൊക്കെ ഇതൊക്കെ എല്ലാവർക്കും സീറ്റും കിട്ടിയാണ്. ഞാനും റിസുമാരിതാ മുന്നത്തെ ആ സിംഗിൾ സീറ്റിലാട്ടോ. ലഗേജ് ഒക്കെ ആണെങ്കിലും ഒരുപാടുണ്ട്. അത് അവിടെ വെച്ചും ചെയ്തത്. അങ്ങനെ കണ്ടക്ടർ വന്നിങ്ങനെ ടിക്കറ്റ് എടുക്കണ്ടേ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തും ചെയ്തു. കുട്ടിയൊക്കെ പൈച്ചുമ്പോ തിന്നാൻ സ്നാക്സും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ടോ. അങ്ങനെ നിലമ്പൂർ കാടുകളും താണ്ടി യാത്ര മുന്നോട്ട് ഇങ്ങനെ പോവാ. ഇപ്പം ബസ്സിൽ നമ്മൾ തന്നെ ഉള്ളൂ, സീറ്റൊക്കെ കാലിയാണ്. അതിന്റെ ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സ് നമ്മളെടുത്ത് തിന്നാന്. പിള്ളേരൊക്കെ നല്ല ഉറക്കിലാട്ടോ. അങ്ങനെ നമ്മള് വൈക്കടവിൽ എത്തിക്കണ്. എല്ലാരും ഇതാ ബസ്സിന് ഇറങ്ങലും തുടങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഗൂഡല്ലൂർക്കുള്ള ബസ്സാട്ടോ കേരള. അപ്പൊ ഇവിടുന്ന് ഇനി എപ്പോഴാ ബസ് നമുക്കറിയില്ലല്ലോ. അപ്പൊ കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങി കൊടുക്കണ്ടേ. അതിന് ഹോട്ടലിൽ തപ്പിയെടുക്കാണ്. അങ്ങനെ നമ്മള് ഹോട്ടലിൽ സാഗറിൽ എത്തിക്കണോ. കുട്ടിയൊക്കെ ലൈമാണ് വാങ്ങി കൊടുത്ത് നമ്മളെ ചായ അങ്ങോട്ട് കുടിച്ച്. കണ്ടില്ലേ ഹൈസൂനൊക്കെ നല്ലോണം പൈച്ചിക്കണ്. ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ബസ് കണ്ട്. അപ്പൊ നോക്കിയപ്പോഴേ ബത്തേരിക്കുള്ള ബസ്സാണ്. മണ്ടിച്ചാടി ഞങ്ങളാണ്ട് കയറി. ടിക്കറ്റ് എടുക്കാനേ കണ്ടക്ടർ വന്നപ്പോൾ അറിഞ്ഞത് ഇതേ നാടുകണിന്ന് തിരിഞ്ഞു പോകുന്നു, ഗൂഡല്ലൂർക്ക് പോകില്ല. അങ്ങനെ നമ്മള് നാടുകണിക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ നാടുകണി ചുരൊക്കെ താണ്ടിക്കാണ്ട് ഇതാ നാടുകണി എത്തിക്കണം. ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ്ട് നേരെ പോയത് നമ്മൾ നാടുകണി ബസ് സ്റ്റോപ്പ്. കുറച്ചേരേ നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുത്തോളിന്ന് നമ്മളാണ്ട് പറഞ്ഞു. നാടുകണിയൊക്കെ പഴയ നാടുകണി തന്നെ കേട്ടോ, ഒരു മാറ്റവും ഇല്ല. വീണ്ടും നമ്മൾ ബസ് കയറി കേട്ടോ ഗൂഡല്ലൂർക്കുള്ള. എല്ലാവർക്കും സീറ്റ് കിട്ടിക്കണല്ലോ എന്നുള്ളതാണ് നമ്മളൊരു ആശ്വാസം. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ എത്തിക്കണം. ഗൂഡല്ലൂർ എത്തുമ്പോഴേ നമുക്കൊരു ആശ്വാസം. കാരണം ഉമ്മാന്റെ നാട്ടിലെത്തിക്കണല്ലോ എന്നുള്ളൊരു ആശ്വാസം. ഇതാണ് കേട്ടോ നമ്മളെ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. അൽഹംദുലില്ലാ ബത്തേരിക്കുള്ള ബസ് ഇതേക്കണ്. ദേവർശാല പോയി ഇറങ്ങാലോ. അപ്പൊ അങ്ങനെ നമ്മളാണ് കയറിയതില്. ബസ്സേ പെട്ടെന്ന് എടുത്തും ചെയ്തു കേട്ടോ. ഇവർക്കൊക്കെ ബാക്കിൽ സീറ്റ് കിട്ടുകയും ചെയ്തു. കുന്നും മലകളൊക്കെ താണ്ടിതാ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസുപ്പ് എത്തക്കണ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലേ നമ്മളെ മൂത്തമ്മാന്റെ മോനക്ക് ഒരു കോളാണ് ചെയ്ത്. ഓനെ ദേവർശാല ജീപ്പ് ഓടുന്ന ആളാണ്. അപ്പൊ അവിടെ ഉണ്ടാവല്ലോ ഓനെ വിളിച്ചാൽ ഞങ്ങളാണ്ട് വരുന്നുണ്ട്. ഏതായാലും നമ്മള് ദേവർശാല എത്തിക്കണ്. അതോ നമ്മളെ ബാഗ് മറന്നു വെച്ചിക്കണ്. ഓടച്ചും വിളിച്ച് ഒരൊറ്റ പോക്ക് ബാഗ് എടുക്കാൻ. അൽഹംദുലില്ലാ ബാഗ് കിട്ടിയോ. അങ്ങനെ നമ്മൾ ദേവർശാല എത്തിയോ. മൂത്തമ്മാന്റെ മോൻ ഇവിടെ ജീപ്പായിട്ട് കാത്തുക്കുണ്ട്. പോയോക്കട്ടെ. കേരിക്കൂടി ആളെ ഇതല്ലേ. അങ്ങനെ ഞങ്ങളെ കുഞ്ഞുമോനെ കണ്ടുപിട്ടിരിക്കുന്നു ഗായ്സ്. അപ്പൊ നമ്മളിതാ ദേവർശാല എത്തിയിട്ടുണ്ട്. കുഞ്ഞുമോന്റെ വണ്ടിക്കുള്ള ആളുണ്ട് കേട്ടോ. ഒരു ജീപ്പിനുള്ള ആളുണ്ട്. അപ്പൊ അതാ കുഞ്ഞുമോന്റെ വണ്ടിയില് ഒറ്റുവൽക്ക് പോവാണ് ദേവർശാല. ചായത്തോട്ടത്തിന്റെ ഇടയിലൂടെ കേട്ടോ. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഞങ്ങൾ ഒരു ജീപ്പിനുള്ള ആളുണ്ട്. അപ്പൊ ഓനെ അടുത്ത ക്യാബിന് വേണ്ടി കാത്തിക്കാൻ ഞങ്ങളാണ് വിളിച്ചു. അങ്ങനെ നമ്മളിതാ മൂത്തമ്മാന്റെ വീട്ടിലെത്തിക്കണം. ബാഗ് ഇങ്ങോട്ട് ഇറങ്ങിക്കൂടിന്ന്. പെട്ടെന്നാട്ടാൻ. ആരിത് ബാപ്പുട്ടിയോ? അസ്സലാമലൈക്കും. ഞങ്ങളേ ഉച്ചക്ക് ഒരു 2:30 ആയിക്കോട്ടെ ഇവിടെ എത്തിയപ്പം. അപ്പൊ അതാ ഇവിടെ എത്തിയപ്പോ തന്നെ ഫുഡൊക്കെ സെറ്റ് ആക്കിയാണ്. മാങ്ങഞ്ചിന്റെ അച്ചാറ്, അതുപോലെ തന്നെ വെറൈറ്റി അച്ചാറുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല നാടൻ മത്തന്റെ താളിച്ചത്. നമ്മളെ സൽക്കരിക്കാൻ മൂത്തമ്മ ആണ് നോക്കിയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിക്കാൻ നിന്നപ്പോഴാണ് നല്ല മഴക്കാറ്. അങ്ങോട്ട് നോക്കിയാണ് അത് മഴ പെയ്തും ചെയ്തു. നല്ല അടിപൊളി മഴയൊക്കെ ചോറ് തിന്ന് റെസ്റ്റ് കഴിഞ്ഞ് ചായയും കുടിച്ച് കുട്ടികൾ തിന്നണൊക്കെയാണ് മിച്ചറിന്റെ ഒരു ടേസ്റ്റ്. അല്ലെങ്കിലും നമ്മളെ മൂത്തമ്മ തരുന്നതിനൊക്കെ ഇത്തിരി ടേസ്റ്റ് കൂടുതലിനേക്കാൾ. അപ്പോഴാണ് കുഞ്ഞുമോൻ വന്നത്. നമ്മളെ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് കൊട്ടായ്മട്ട, അങ്ങോട്ട് പോകുന്നത് കാണാൻ. എന്നാ ആയിക്കോട്ടെ നമ്മളും. അങ്ങനെ നമ്മളിതാ കൊട്ടായ്മട്ടത്ത് എത്തിയാണ് കേട്ടോ. ഓലതൊക്കെ പോണ കണ്ടില്ലേ, അത്ര ലോങ്ങിലാണ് ഓലുള്ളത്. നമ്മളിതാ നടന്ന് കയറാണ്. നല്ല അടിപൊളി വൈബ് കേട്ടോ. അടിപൊളി വൈബ്, നല്ല കാറ്റുണ്ട്, നല്ല പച്ചപ്പ്, ഫോട്ടോത്തിനൊക്കെ പറ്റിയ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. കാരണം അതൊക്കെയാണ് എന്താല്ലേ. അങ്ങനെ നമ്മൾ കൊട്ടായ്മട്ടൊക്കെ കണ്ട് തിരിച്ചു പോകട്ടോ. വണ്ടി പോകണേ നമ്മള് ബാക്കിൽ ഇങ്ങനെ നടക്കാം. നല്ല കാറ്റുണ്ട്. രാത്രിക്കത്തെ ഫുഡ് നമ്മളെ ബാപ്പുട്ടിന്റെ സ്പെഷ്യൽ തമിഴ്നാടൻ ബിരിയാണി. ഫുഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നല്ല അടിപൊളി ബിരിയാണി. അപ്പൊ ഭക്ഷണം കഴിച്ചേ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. ബാക്കി വീഡിയോ പിന്നെ.